ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന സോനം വാങ്ചുങ്, അഭിജിത്ത് ദീപ് കെ, സൗരവ് ദാസ്, മുഹമ്മദ് ജുനൈസ്, അതേപോലെ ഇതിനുവേണ്ടി കോക്രോച്ച് പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കപ്പെട്ട ധീര യുവാക്കൾക്ക്, ഇന്ത്യയിലെ അഭിമാനബോധമുള്ള യുവാക്കൾക്ക് എൻ്റെ വിവിധ ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ 146 കോടി ജനങ്ങളുടെ പിന്തുണയും അറിയിക്കുകയാണ്. കാരണം നമ്മളെല്ലാം 18 വയസ്സാകുമ്പോൾ ഈ രാജ്യത്തോട് ചെയ്ത ശപഥം തന്നെയാണ് ഇവരെ, ഈ സമൂഹത്തെയും, ഇന്ത്യൻ പാർലമെൻറ്റിനെയും രാജ്യസഭയെയും ഇന്ത്യയിലെ നിയമസഭകളെയും അറിയിച്ചത്. അവർ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ ലീവ് മൈ ഫാദർ ലാൻഡ് നോട്ട് ലെസ് ബട്ട് ഗ്രേറ്റർ ആൻഡ് ബെറ്റർ ദാൻ വെൻ ഐ റിസീവ്ഡ് ഇറ്റ്. ഐ വിൽ ലിസൺ ടു ദ വൈസ് ഡിസിഷൻസ് ഓഫ് ദി ജഡ്ജസ്. ഐ വിൽ ഒബേ ദ ലോ. I will not give in to any man who disobeys laws. I will show him either by myself or with the help of others. I will honor the temples of my fathers. Let the gods be witness. ഇത് ഇത്രയും 4 പേർ ഇന്ത്യയിലെ പാർലമെൻറ്റിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ക്യാബിനറ്റിനെയും 540 മെമ്പർമാർ, അതായത് MP മെമ്പർമാർ, പാർലമെൻറ്റ് മെമ്പർമാരെയും അതുപോലെ 250 രാജ്യസഭാ മെമ്പർമാരെയും ഇന്ത്യയിലെ എല്ലാ MLA-മാരെയും അവർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു മര്യാദ, കാരണം ഇന്ത്യൻ ഭരണഘടന വളരെ ഇന്ത്യയിലെ 146 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് ആണ് നിങ്ങൾ അധികാരത്തിൽ. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടവരാണവർ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ ജന്മനാടിനെ സ്നേഹിക്കും. ഇന്നലെ വരെ എൻ്റെ ജന്മനാട് എങ്ങനെയായിരുന്നു അതിനേക്കാൾ നല്ല രീതിയിൽ എൻ്റെ ജന്മനാടിനെ പ്രശസ്തമാക്കാൻ ശ്രമിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ശരിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത് നിങ്ങൾ എന്താ പറഞ്ഞാൽ, എൻ്റെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കും. ആരെങ്കിലും നിയമങ്ങൾ അനുസരിച്ച് ഞാൻ ഒറ്റയ്ക്ക് എതിർക്കും, അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചെടുക്കും. എൻ്റെ രാജ്യത്തെ ജഡ്ജസിൻ്റെ തീരുമാനങ്ങൾ ഞാൻ അനുസരിക്കും. എൻ്റെ തീരുമാനങ്ങൾ അനുസരിക്കും. എൻ്റെ നാട്ടിലെ ആരാധനാലയങ്ങളെ ബഹുമാനിക്കും. അല്ലയോ ഈശ്വര, എൻ്റെ ശപഥത്തിന് അങ്ങ് സാക്ഷിയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ശപഥം ചെയ്ത്. അപ്പോൾ ഈശ്വരനെ സാക്ഷി നിർത്തിനെ അംഗീകരിക്കുക. ഇതിലെല്ലാത്തിനും നിങ്ങൾ തെറ്റുവരുത്തിയില്ലേ? നിങ്ങൾ ഒന്നാമത് വരുത്തിയത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എങ്ങനെയാണോ അതിനേക്കാൾ നല്ല രീതി എൻ്റെ രാജ്യത്തെ പ്രശസ്തി. നിങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നുണ്ടല്ലോ അവിടെ. ഇതെല്ലാം ജനങ്ങൾക്കുണ്ട്. അങ്ങനെയല്ലേ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ 20 വിദ്യാർത്ഥികൾ മരിച്ചില്ലേ? അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കല്ലേ, ഇന്ത്യയുടെ ക്യാബിനറ്റിലല്ലേ? അത് ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം സോനം വാങ്ചുങ്ങിനും അഭിജിത്ത് ദീപയ്ക്കും സൗരവ് ഗാംഗുലിനും മുഹമ്മദ് ജുനൈദിനുമാണോ? നിങ്ങൾ പാർലമെൻറ്റിലല്ലേ? നിങ്ങളത് ചെയ്തോ? അപ്പോൾ അത് ചോദ്യം ചെയ്യണ്ടേ? അത് ചോദിച്ചു കഴിഞ്ഞാൽ മോശക്കാരനാകുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കണം. 15 ദിവസം ജാമ്യമില്ല. അത് നിയമമാണ്. ഈ രാജ്യത്തിൻ്റെ നിയമം. ശപഥം ചെയ്തതിന് ശേഷം അത് തെറ്റിച്ചാൽ അത് ചോദിക്കണ്ടേ? അതാണ് ചോദിച്ചത്. ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ നല്ല രീതിയിൽ എൻ്റെ രാജ്യത്തെ പ്രശസ്തമാക്കാൻ ശ്രമിക്കും എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ക്യാബിനറ്റ് ചെയ്ത ശബ്ദമാണ്. അതനുസരിച്ച് ഇവിടെ 20 വിദ്യാർത്ഥികൾ മരിച്ചു. അത് ഒരാൾ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യകൾക്ക് കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയതുകൊണ്ടാണ്. ഇവിടെ എല്ലാവരെയും ചെയ്യുമ്പോൾ സാധാരണ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലമാറ്റിയല്ല വേണ്ടത്. നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം. നിങ്ങൾ ക്യാബിനറ്റ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ ഈ സംസാരിക്കുന്ന ഒക്കെ ഇന്നേ വരെ ജനങ്ങളിൽ നിന്ന് പിരിവ് മേടിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 30 വർഷം ഒരു സ്ഥാനവും ഇല്ല. വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് സ്ഥാനം വേണ്ട. എന്തിനാ സ്ഥാനം? ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ എന്തിനാ സ്ഥാനം? ജനങ്ങൾ അംഗീകരിച്ചാൽ പോരെ. ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ജനങ്ങളുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ജനങ്ങളോടുള്ള കാര്യങ്ങൾ തുറന്ന് പറയുന്നു. അപ്പോൾ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ആളാണ്. സ്വന്തമായി അധ്വാനം ജീവിച്ചിട്ട് അതിൻ്റെ ഭാഗം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം, ജീവകാരുണ്യം, രാഷ്ട്രീയം, ഈശ്വര സേവ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ രാജ്യത്തിൻ്റെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നവരാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മേടിക്കുന്നുണ്ട്, ക്യാബിനറ്റിൽ എല്ലാവരും മേടിക്കുന്നുണ്ട്, അതുപോലെ MP-മാരെല്ലാം മേടിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം തരുന്നത് ഫ്രീ ആയിട്ട് തരുന്നത്. ഇത് 146 കോടി ജനങ്ങളാണ് തന്നെ. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാനല്ല തരുന്നത്. നിങ്ങൾ അത് ഈ നാട്ടിലെ 146 കോടി ജനങ്ങൾക്ക് തരാനാണ് തന്നത്. അതിനെയാണ് സോനം വാങ്ചുങ്ങും അഭിജിത്ത് സിംഗും സൗരവ് ദാസും മുഹമ്മദ് ജുനൈദും ചോദ്യം ചെയ്തത്. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക്, ഇന്ത്യൻ രാഷ്ട്രപതിക്കും സാധാരണക്കാരന് തുല്യമായ അവസരമല്ലേ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർലമെൻറ്റിൽ തെറ്റുകൾ തിരുത്തണം. അല്ലെങ്കിൽ പുതിയ തലമുറ വരും. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി 6 അവകാശം പറയും. ഞങ്ങൾക്ക് 40 രൂപയുടെ പെട്രോൾ GST പെടുത്തി 50 രൂപയ്ക്ക് തരണം. ഇതിനതാണ് പാർലമെൻറ്റ് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്നുവെന്ന കാരണത്താൽ വിദേശ നാണ്യ ശേഖരം നടത്തുമെന്ന കാരണം അംബാനിക്കും അദാനിക്കും 40 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് 110 രൂപ. നിങ്ങൾ പറയുന്ന മലേഷ്യയിൽ
40 രൂപയാണ് പെട്രോളിൻ്റെ വില. അവർ GST പെടുത്തി 50 രൂപയ്ക്കാണ് കൊടുക്കണം. ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നു. പക്ഷേ അവിടെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കത്തില്ല. കോർപ്പറേറ്റ് കൊടുക്കും 30% ടാക്സാണ്, അഡീഷണൽ ടാക്സാണ് 30%. അതിന് പകരം ഇത് ജനങ്ങളുടെ തലയിൽ വെച്ചിട്ട് അവരെ ഏറ്റവും വലിയ ജന്മികളാക്കി പറ്റുകയും ജനങ്ങൾ 102ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ആരുടെ ഔദാര്യമല്ല. നിങ്ങൾ 540 പേരുണ്ടാവണമെങ്കിൽ ഞങ്ങൾ 146 കോടി ജനങ്ങൾ വോട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളാണ് ഞങ്ങൾ പറയുന്നത് പോലെയാണ് നിങ്ങൾ കേട്ടത്, നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ യുവാക്കൾ പറഞ്ഞ ആശയങ്ങൾ കൊള്ളാൻ ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് തയ്യാറാകണം. 40 രൂപയുടെ പെട്രോൾ 50 രൂപയ്ക്ക് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ നമ്മുടെ ആവശ്യം. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണ്? അതാണ് ഞങ്ങൾ ഇന്ന് രാജ്യത്തെ പ്രശസ്തമാക്കാൻ ശ്രമിക്കുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് പറയുന്നത് എന്താണ്? ഐ വിൽ ഓണർ ദ ടെമ്പിൾസ് ഓഫ് മൈ ഫാദേഴ്സ്. ഈ നാട്ടിൽ ആരാധനാലയങ്ങളെ ബഹുമാനിക്കും. നിങ്ങൾ ശപഥം ചെയ്തതല്ലേ? ഈ നാട്ടിൽ യുവാക്കളുടെ ചോദ്യമാണത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നൽകേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ആ ശപഥം ചെയ്ത് നിങ്ങൾ ഇന്നലെ പശ്ചിമ ബംഗാളിൽ ഒരു ആരാധനാലയം തല്ലി തകർക്കുന്നുണ്ട്, ഇന്നലെയും തല്ലി തകർത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആരാധനാലയങ്ങളെ ബഹുമാനിക്കേണ്ടതിന് പകരം ആരാധനാലയങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടിച്ചു തകർക്കുന്നു. ഈ സോനം വാങ്ങിച്ചും എന്തിനാണ് ഉപവാസം ഇരുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ സത്യത്തിൽ ഇരിക്കേണ്ടത്, ഇത് ചെയ്യേണ്ടത്? അപ്പോൾ തങ്ങളിൽ ഏൽപ്പിച്ച കടമകൾ ചെയ്യാതെ തങ്ങൾ ചെയ്ത പോയ തെറ്റുകൾ അതിന് പശ്ചാത്തപിക്കാൻ പോലും തയ്യാറാകാത്തൊരു സമൂഹം ക്രിമിനൽ വാസനയോടുകൂടി പോകുമ്പോൾ അത് ചോദ്യം ചെയ്തു. അതാണ് ചെയ്തത്. അപ്പോൾ ഇത് ഐ വിൽ ഓണർ ദ ടെമ്പിൾസ് ഓഫ് മൈ ഫാദേഴ്സ് നിങ്ങൾ പറഞ്ഞതാണ്, അതും തെറ്റിച്ചു. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറാൻ പാടില്ല. അങ്ങനെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറില്ല. പൊതുസമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം. ഒരു കാരണവശാലും എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിനും ഇത് പെരുമാറില്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റണം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു, ഒരു ബഹുമാനപ്പെട്ട ഒരു പോലീസ് ഓഫീസർ ഇന്നും ജയിലിൽ കിടക്കുക, ഏറ്റവും സത്യസന്ധനായ പോലീസ് ഓഫീസർ. ഇതൊക്കെ മാറ്റി എല്ലാവരും ഒന്നായി കണ്ടുകൊണ്ട് ഏകോദര സഹോദരന്മാരായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നാട്ടിൽ വിപ്ലവാത്മകമായ മാറ്റം വരുത്തുന്നതിന് പാർലമെൻറ്റ് തയ്യാറാകണം. പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായി പോവുകയും 2 പേർ മാത്രം ജന്മികളായി പോവുകയും ചെയ്യുന്നു. അതായത് അദാനിയും അബാനിയും മാത്രം. ഇവിടെ എൻ്റെ നാട്ടിലാണെങ്കിലും ഇവിടെ കൊള്ള നടന്നുകൊണ്ടിരിക്കുക. ആർക്കും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം കാണുന്നു എന്ന ചിന്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ടാവണം, ക്യാബിനറ്റുണ്ടാവണം. അതായത് കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ക്യാബിനറ്റൊക്കെ ഉണ്ടായാൽ കൊള്ളാം. അല്ലാതെ ഇതിങ്ങനെയൊക്കെ പോകൂ, ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നാൽ അത് മറ്റൊരു ലക്ഷ്യമിപ്രവത്തിലേക്കാണ് പോകുന്നത്. അത് ജനങ്ങളെ അതിൻ്റെ വികാരം ഇപ്പോൾ മനസ്സിലായാലും ഇനിയെങ്കിലും ഗാന്ധിയൻ മാർഗത്തിലേക്ക് വരണം. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റായി ആണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു, പാർലമെൻറ്റിൽ ഇത് തിരുത്താൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റ് മാത്രമല്ല നിയമസഭകളിൽ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളാണ് യജമാനന്മാരാണെന്ന് തെളിയിച്ച സോനം വാങ്ചുങ്ങിനും അഭിജിത്ത് ദീപക്കിനും സൗരവ് ദാസിനും മുഹമ്മദ് ജുനൈദിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ നാട്ടിൽ യുവാക്കളോട് പറഞ്ഞു, നല്ല യുവാക്കളെ ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യപ്രാപ്തി വരെ വിശ്രമം വരിക. എവിടെയെല്ലാം ക്ഷാമത്തിൻ്റെ, വിവേചനത്തിൻ്റെ, അസമത്വത്തിൻ്റെ കൊടുമാഴ്ചയുണ്ടോ, എവിടെയെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നുണ്ടോ അവിടേക്ക് പോകുക, അവരുടെ വേദന അകറ്റാൻ ഭാരം ലഘൂകരിക്കാം. അല്ലെങ്കിൽ ചെറുപ്പക്കാരെ നിങ്ങളുടെ ഞരമ്പുകൾ ശക്തമാക്കും. നമുക്ക് വേണ്ടത് ഉരുക്കിൻ്റെ പേശിയും കാരിരുമ്പിൻ്റെ ഞരമ്പുകളുമുള്ള യുവതലമുറയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ പണക്കാരും ജന്മികളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാരും കേട്ടാലും കേട്ടില്ലെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നിന്ദിച്ചാലും സ്തുതിച്ചാലും നിങ്ങളെല്ലാം ഈ രാഷ്ട്രത്തിൻ്റെ ആഭരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 146 കോടി ജനങ്ങൾക്ക് നമുക്ക് ജാതി മറക്കാം, മതം മറക്കാം, മനുഷ്യത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ ഈ നവസി ബക്കറ്റിന് ഒരു എറുമ്പിനെ പോലും കൊന്നിട്ടില്ല. എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ 56 വർഷക്കാലം കടന്നുപോയത്. അതേപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ക്യാബിനറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ നല്ലത് ചെയ്ത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ പറയുന്നു, മതപരമായ കാര്യങ്ങളിൽ ചെറുതിരിവ്, വിശ്വാസ പ്രമാണങ്ങളിലുള്ള കടുംപിടുത്തം, ഇവ രണ്ടിൻ്റെ ഭയങ്കര സന്തതിയായ മതഭ്രാന്തങ്ങൾ സുന്ദരമായ ലോകത്ത് ഏറെക്കാലമായി കൈയടക്കി വെച്ചു. അവ ലോകമൊട്ടുക്ക് അക്രമം വരും. മനുഷ്യരക്തത്തെ പലവരും സേചനം ചെയ്ത് സംസ്കാരത്തെ നിഗ്രഹിക്കും. ജനതകളെ പൂർണ്ണമായി നൈരാശ്യത്തിലേക്ക് ഇത് നമുക്ക് ഉപേക്ഷിക്കാം. നമുക്ക് സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ പുതിയ സന്ദേശം ഉയർത്തിപ്പിടിക്കാം. രാമൻ്റെ യഥാർത്ഥ ആശയം നടപ്പാക്കാൻ നമുക്കറിയാം. ഓരോ ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയും വസുദൈവ കുടുംബം, ലോകാസമസ്ത സുഖിനഭവം മഹത്തായ ആശയം നടപ്പാക്കാൻ പ്രാപ്തരായ പുതിയ യുവതലമുറ ഉണർന്നു വരട്ടെ. രാമൻ്റെ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയാണ്. അതായത് വസുദൈവ കുടുംബം ലോകത്തിൻ്റെ തറവാടാണ് ഭാരതം. അവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും സിഖനും ബുദ്ധനും ജൈനനും കൈകോർത്ത് പിടിക്കുന്ന ഇന്ത്യ
കന്നഡ, കാശ്മീരി, മലയാളം, മറാഠി, തമിഴ്, തെലുങ്ക്, ഉറുദു, സിന്ധി എന്നീ ഭാഷകൾ ഒരുമിച്ച് പാടുന്നവരുടെ ഇന്ത്യ, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മഹത്തായ ആശയം. അതാണ് വസുദൈവ. ലോക സമസ്ത സുഖിനവ. ലോകത്തിൻ്റെ തറവാടായ ഭാരതത്തിൽ ജനിച്ചത് ലോകത്തിലെ സകല ചരാചരങ്ങൾക്ക് ഐശ്വര്യമുണ്ടായാലും എനിക്ക് ഐശ്വര്യമുണ്ടാകും. ഇതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ക്യാബിനറ്റും 540 പാർലമെൻറ്റ് മെമ്പർ 200 രാജ്യസഭാ മെമ്പർമാർക്കും ഇന്ത്യയിലെ എല്ലാ നിയമസഭയിലെ മുഖ്യമന്ത്രിമാർക്കും അതുപോലെ MLA മാർക്കും എനിക്ക് തരാനുള്ള നിർദ്ദേശം. ഇത് ഉൾക്കൊള്ളുവാൻ കഴിവുള്ള വിശാല കാഴ്ചപ്പാടുള്ള അങ്ങനെ അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന സാഹചര്യം ഒരുക്കണം. ഇവിടെയുള്ള കോർപ്പറേറ്റുകളുടെ ഈ കയ്യിൽ നിന്ന് 30% നികുതി അഡീഷണലായിട്ട് പിരിക്കുകയും അതേ നാട്ടിലെ നിരാലംബക്കം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റും രാജ്യസഭയും നിയമസഭകളും നിയമം ഭേദഗതി ചെയ്യണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് അതിന് ഈ നാട്ടിലെ യുവാക്കളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാൻ അല്ല നിങ്ങളുടെ മാത്രം വസീം വക്കച്ചൻ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.